13ാമത്തെ ചോദ്യം. The table below classifies some households according to their consumption of electricity. The consumption of household at which position is considered the median. According to the assumptions used to compute the median, how much is the consumption of the 46th household? Compute the median usage of electricity. ഒരു പ്രദേശത്തെ കുറെ വീടുകളെ വൈദ്യുതി ഉപയോഗമനുസരിച്ച് തരം തിരിച്ച പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എത്രാമത്തെ വീടിന്റെ വൈദ്യുതി ഉപയോഗമാണ് മധ്യമമായി കണക്കാക്കുന്നത്? മധ്യമം കണക്കാക്കുന്ന സങ്കല്പ പ്രകാരം 46ാം വീടിന്റെ വൈദ്യുതി ഉപയോഗം എത്രയാണ്? വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം കണക്കാക്കുക. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതാം. ഇലക്ട്രിസിറ്റി യൂസ് ആണ് ആദ്യത്തെ കോളം, അതായത് ക്ലാസ് ഇന്റർവെൽ. 0 to 50, 50 to 100, 100 to 150, 150 to 200, 200 to 250, 250 to 300. ഇനി രണ്ടാമത്തെ കോളം നമ്പർ ഓഫ് ഹൗസസ്, അതായത് വീടുകളുടെ എണ്ണം, അതാണ് ഫ്രീക്വൻസി. എഫ് എന്നാണ് സൂചിപ്പിക്കുക. ഇനി 0 to 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 5 വീടുകളാണ്. 50 യൂണിറ്റ് മുതൽ 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നത് 15 വീടുകളാണ്. 100 യൂണിറ്റ് മുതൽ 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നത് 25 വീടുകളാണ്. 150 യൂണിറ്റ് മുതൽ 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നത് 50 വീടുകളാണ്. 200 മുതൽ 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നത് 20 വീടുകളാണ്. 250 മുതൽ 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നത് 10 വീടുകളാണ്. അങ്ങനെ ടോട്ടൽ 125 വീടുകൾ. അതായത് ടോട്ടൽ ഫ്രീക്വൻസിയെ നമ്മൾ സ്മോൾ ലെറ്റർ n കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇനി ആദ്യത്തെ ചോദ്യം. ദ കൺസംഷൻ ഓഫ് ഹൗസ് ഹോൾഡ് അറ്റ് വിച്ച് പൊസിഷൻ ഈസ് കൺസിഡർഡ് ദ മീഡിയൻ. അതായത് പൊസിഷൻ ഓഫ് ദ മീഡിയൻ അഥവാ മധ്യമത്തിന്റെ സ്ഥാനമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ ഓഫ് മീഡിയൻ. പൊസിഷൻ ഓഫ് മീഡിയൻ കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഒന്നാണ് n/2. n/2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക n ഈവൻ അഥവാ രണ്ടക്ക സംഖ്യയാവുമ്പോഴാണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ n+1/2. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് n ഓഡ് അഥവാ ഒറ്റ സംഖ്യയാവുമ്പോഴാണ്. ഇവിടെ n എന്നത് 125 ആണ്. അതൊരു ഒറ്റക്ക സംഖ്യയല്ലേ, അതുകൊണ്ട് n+1/2 എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് 125 + 1/2, അതായത് 126ന്റെ പകുതി എത്ര വരും? 63. അതായത് 63ാമത്തെ ഹൗസ് ആണ് മീഡിയൻ പൊസിഷൻ അല്ലെങ്കിൽ മധ്യമത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം. According to the assumptions used to compute the median, how much is the consumption of 46th household? അതായത് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് according to the assumptions used to compute the median. മീഡിയൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന അസംഷൻ, അതായത് മീഡിയന് ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ, മധ്യമം കാണാനായിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, മീഡിയന്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 63ാമത്തെ വീട്. അതായത് ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കും. മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 63ാമത്തെ വീട് നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ ആണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഈ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മീഡിയൻ ക്ലാസ്സിൽ ആദ്യം വരുന്ന വീട്, ഓക്കെ, അതാണ് x0 എന്ന് സൂചിപ്പിക്കാം. പ്ലസ് k എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ആ വീടിനോട് എത്ര കൂട്ടിയാലാണോ 63ാമത്തെ വീട് കിട്ടുക, അതാണ് k ഇൻറ്റു d എന്ന് പറയുന്നത് ആ മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി, അതായത് ആ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പൊ ഈ x0 എന്ന് പറയുന്നതാണ് ഇവിടെ 46ാമത്തെ ഹൗസ് ഹോൾഡ് എന്ന് തന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീഡിയൻ ക്ലാസ് ഇന്റർവെൽ കണ്ടുപിടിക്കാം. അതായത് 63ാമത്തെ വീടിന്റെ ക്ലാസ് ഇന്റർവെൽ, അതിന് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാണുക? ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 തന്നെ. രണ്ടാമത്തത് 5ഉം 15ഉം കൂട്ടിയത്, അതായത് എത്രയാ? 20. മൂന്നാമത്തത് 5ഉം 15ഉം 25ഉം കൂട്ടിയത് എത്രയാണ്? 45. നാലാമത്തത് 5ഉം 15ഉം 25ഉം 50ഉം കൂട്ടിയത് എത്രയാണ്? 95. അടുത്തത് അഞ്ചാമത്തത് 5ഉം 15ഉം 25ഉം 50ഉം 20ഉം കൂട്ടിയത് എത്ര വരും? 115. ഇനി 5ഉം 15ഉം 25ഉം 50ഉം 20ഉം 10ഉം കൂട്ടിയതാണ് ഇവിടെ എഴുതുക, 125. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ വീട് മുതൽ 5ാമത്തെ വീട് വരെ 0 മുതൽ 50 യൂണിറ്റ് വരെ കറണ്ടാണ് ഉപയോഗിക്കുന്നത്.
ഇനി 6ാമത്തെ വീട് മുതൽ 20ാമത്തെ വീട് വരെ 50 മുതൽ 100 യൂണിറ്റ് ആണ് കറണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ 21ാമത്തെ വീട് മുതൽ 45ാമത്തെ വീട് വരെ 100 മുതൽ 150 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നത്. ഇനി 46ാമത്തെ വീട് മുതൽ 95ാമത്തെ വീട് വരെ 150 മുതൽ 200 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നത്. ഇനി 96ാമത്തെ വീട് മുതൽ 115ാമത്തെ വീട് വരെ 200 മുതൽ 250 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നത്. ഇനി 116ാമത്തെ വീട് മുതൽ 125ാമത്തെ വീട് വരെ 250 മുതൽ 300 യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീഡിയൻ ക്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 63ാമത്തെ ഹൗസിന്റെ ക്ലാസ് ഇന്റർവെൽ. ഇവിടെ 63ാമത്തെ വീട് എവിടെയാണ്? 46ന്റെയും 95ന്റെയും ഇടയിലല്ലേ 63ാമത്തെ വീട് വരുന്നത്. അതായത് 63ാമത്തെ വീട്, അതായത് മീഡിയൻ നിൽക്കുന്ന ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് 150 മുതൽ 200 വരെയുള്ള ക്ലാസ് ഇന്റർവെല്ലിലാണ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ക്ലാസ് ഇന്റർവെല്ലിലെ ആദ്യത്തെ ഹൗസ് ആരാണ്? 46ാമത്തെ വീടല്ലേ? അതല്ലേ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 46th ഹൗസ് ഹോൾഡിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മീഡിയനെ നമുക്ക് എങ്ങനെ എഴുതാം? x46 പ്ലസ് k എന്ന് പറയുന്നത് 46ലൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 63ാമത്തെ വീട് കിട്ടുക എന്നതാണ് k. അതായത് നമുക്ക് 63ൽ നിന്നും 46 കുറച്ചാൽ k കിട്ടും. എത്രയാ? 17. അതായത് k എന്നത് 17 ഇൻറ്റു d എന്നത് എന്താണ്? d ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ എഫ്. അതായത് മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള നമ്പേഴ്സ് ആണ് അപ്പർ ലിമിറ്റ്, ഈ സൈഡിലുള്ള നമ്പേഴ്സ് ആണ് ലോവർ ലിമിറ്റ്. അപ്പൊ നമ്മുടെ മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് 200 ആണ്, മൈനസ് ലോവർ ലിമിറ്റോ 150 ആണ്. ഇനി മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസിയോ 50 ആണ്. 200ൽ നിന്നും 150 പോയാൽ എത്രയാ വരിക? 50 ഡിവൈഡഡ് ബൈ 50. 50/50 1. അതായത് ഡി എത്രയാ? 1. മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ഇതിലെ x46, അതായത് 46ാമത്തെ വീടിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ അക്കോർഡിംഗ് ടു ദ അസംഷൻസ് യൂസ്ഡ് ടു കമ്പ്യൂട്ട് ദ മീഡിയൻ എന്ന് കൊടുത്തതിന്റെ അർത്ഥമാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണ്? 46ാമത്തെ വീടിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കണ്ടുപിടിക്കാനല്ലേ? അത് കണ്ടുപിടിക്കാം. x46 ഈക്വൽ ടു, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ലോവർ ലിമിറ്റ് പ്ലസ് d/2. സിമ്പിൾ ഇക്വേഷൻ ആണ്. L പ്ലസ് d/2. L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്, അതായത് അല്ലെങ്കിൽ 46ാമത്തെ ഹൗസ് നിൽക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിന്റെ ലോവർ ലിമിറ്റ്. ഇവിടെ 46ാമത്തെ വീട് നിൽക്കുന്നത് ഏത് ക്ലാസ്സിലാണ്? 150 മുതൽ 200 വരെയുള്ള ക്ലാസ്സിലല്ലേ? അതിന്റെ ലോവർ ലിമിറ്റ് L 150 പ്ലസ് ഡി എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചു 1/2. അതായത് 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 150ന്റെ കൂടെ 0.5 കൂട്ടിക്കഴിഞ്ഞാൽ 150.5 ആണ്. അതായത് 46ാമത്തെ വീടിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ നമുക്ക് കിട്ടി 150.5. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? കമ്പ്യൂട്ട് ദ മീഡിയൻ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് മീഡിയൻ അഥവാ മധ്യമം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയൻ ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, x46 പ്ലസ് 17 ഇൻറ്റു 1. x46 എത്രയാ? 150.5 പ്ലസ് 17, അതായത് 167.5 ആണ് മീഡിയൻ അഥവാ മധ്യമം. 14ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് 1, 0 and 0, 1. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിന്റ് ഓൺ ദിസ് ലൈൻ. 1, 0, 0, 1 എന്നീ ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചെരിവ് കാണുക. ഈ വരയിലെ മറ്റൊരു ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എഴുതുക. അതായത് ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിലെ 2 പോയിന്റ്സ് ആണ്. 1, 1, 0, രണ്ടാമത്തത് 0, 1. സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്ലോപ്പ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇനി ഇവിടെ x1 y1, ഇത് x1 y1, ഇതിനെ നമുക്ക് x2 y2 എന്ന് കൊടുക്കാം. ഇനി y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 1. അതായത് 1 മൈനസ് 0 1 ആണ്, 0 മൈനസ് 1 മൈനസ് 1 ആണ്. 1 ബൈ മൈനസ് 1 എന്ത് വന്നു? മൈനസ് 1. നമുക്ക് എന്ത് കിട്ടി? ഈ ലൈനിന്റെ സ്ലോപ്പ് അഥവാ ചെരിവ് -1 ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലെ മറ്റൊരു കോർഡിനേറ്റ് അഥവാ മറ്റൊരു സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമുക്ക് സ്ലോപ്പും ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് കോർഡിനേറ്റ്സും ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ, അഥവാ ലൈനിന്റെ സമവാക്യം കണ്ടുപിടിച്ചൂടെ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദ ലൈൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇനി y അതുപോലെ തന്നെ എഴുതി. y1 എന്താണ്? 0 ഈക്വൽ ടു m എന്താണ്? സ്ലോപ്പ് -1. എക്സ് മൈനസ് x1 എന്താണ്? 1. y മൈനസ് 0 y തന്നെയാണ്. ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ്, -1 ഇൻറ്റു -1 പ്ലസ് 1. ഈ മൈനസ് എക്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ y പ്ലസ് എക്സ് ഈക്വൽ ടു 1. ഇതാണ് ഈ ലൈനിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോട് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സും വൈയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ മറ്റൊരു കോർഡിനേറ്റ്സ് കിട്ടില്ലേ? അതായത് എന്ത് ചെയ്യുക? എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഇട്ട് കൊടുക്കുക. ഞാൻ എക്സിന് 2 എന്ന് ഇട്ട് കൊടുത്തു. എക്സിന് 2 ഇട്ട് കൊടുത്ത് അതിന്റെ y കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് y കോർഡിനേറ്റ് കിട്ടും. അതായത് y പ്ലസ് 2 ഈക്വൽ ടു 1. അതായത് y ഈക്വൽ ടു 1 പ്ലസ് 2 ഈ സൈഡിലേക്ക് പോയാൽ -2. 1ൽ നിന്ന് 2 പോയാൽ എത്രയാ? -1. അതായത് എക്സ് 2 ആണെങ്കിൽ y എത്രയാ? -1 ആണ്. അതായത് ഈ ലൈനിലെ മറ്റൊരു കോർഡിനേറ്റ് ഏതാണ്? എക്സിന്റെ സ്ഥാനത്ത് 2, വൈന്റെ സ്ഥാനത്ത് -1. അപ്പൊ 2 -1 ആണ് ഈ ലൈനിലെ മറ്റൊരു പോയിന്റ്. ഇതേപോലെ എക്സിന് 3 ഇട്ട് കൊടുത്ത് y കണ്ടുപിടിക്കാം, എക്സിന് 4 ഇട്ട് കൊടുത്ത് y കണ്ടുപിടിക്കാം. അങ്ങനെ എത്ര കോർഡിനേറ്റ്സ് അഥവാ എത്ര സൂചക സംഖ്യകൾ വേണമെങ്കിലും, അഥവാ അല്ലെങ്കിൽ ഈ ലൈനിലെ എത്ര പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് വേണമെങ്കിലും നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 15ാമത്തെ ചോദ്യം. In the picture, ABC is an equilateral triangle. What is the length of a side of the triangle? Calculate the coordinates of C. Draw a coordinate axis and draw the equilateral triangle with 2, 1, -2, 1 as two vertices. ചിത്രത്തിൽ ABC ഒരു സമഭുജ ത്രികോണമാണ്. ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്താണ്? സിയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. സൂചകാക്ഷങ്ങൾ വരച്ച് 2, 1, -2, 1 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഇവ മൂലകളായി വരുന്ന സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പിക്ചറിൽ ABC എന്നതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അഥവാ ഒരു സമഭുജ ത്രികോണമാണ്. എന്താണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഒരു ട്രയാങ്കിൾ ഈക്വിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ 3 സൈഡുകളും തുല്യമായിരിക്കും, അതുപോലെ 3 കോണുകളും തുല്യമായിരിക്കും. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 3 ആംഗിൾസും ഈക്വൽ ആവണമെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി. അതായത് 3 ആംഗിൾസുകൾ 60 ഡിഗ്രിയും 3 സൈഡുകൾ ഈക്വലുമായ ട്രയാങ്കിൾസുകൾ അഥവാ ത്രികോണങ്ങളെയാണ് നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? അതായത് ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് ഈ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 മുതൽ 2 വരെയാണ്. അതായത് ഇവിടെ 2 യൂണിറ്റ്, ഇനി ഇവിടെയോ 0 മുതൽ -2 വരെയാണ്. അപ്പൊ ഇവിടെയും 2 യൂണിറ്റ്. അപ്പൊ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ലെങ്ത് ഓഫ് എ ബി എത്രയാണ്? 2 + 2 4 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 4 ആണെന്ന് കിട്ടി. അതായത് ഈ ട്രയാങ്കിളിന്റെ 3 സൈഡിന്റെ ലെങ്ത്തും അപ്പൊ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സി. അതായത് ഈ ട്രയാങ്കിളിന്റെ എ ബി സി, ഈ മൂന്നാമത്തെ സി കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വന്നിട്ട് നമ്മുടെ y ആക്സിസ് അഥവാ y അക്ഷമാണ്. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾ എത്രയാണ്? നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 കോണുകളും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ മുഴുവൻ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് ഈ ആംഗിൾ 30 ഡിഗ്രി. അതായത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അതിന്റെ ആംഗിൾസ്? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി എന്ന റേഷ്യോയിലല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിന്റെ സൈഡുകളുടെ നീളം? 1:√3:2 എന്ന റേഷ്യോ ആയിരിക്കും എന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണെങ്കിൽ
90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഇരട്ടിയായിരിക്കും. അതായത് ഇവിടെ 1ന്റെ ഇരട്ടിയല്ലേ 2. അതേപോലെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ കൂടെ √3 ഗുണിച്ചതായിരിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 2. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? 2ന്റെ ഇരട്ടി 4. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? 2ന്റെ കൂടെ √3 ഗുണിച്ചത് 2 √3. ഇത് പ്രകാരം നമുക്ക് എല്ലാ വാല്യൂസ് ഒന്ന് എഴുതാം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 √3 ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി കോർഡിനേറ്റ് ആണ്. സി കോർഡിനേറ്റ് വരുന്നത് എവിടെയാണ്? ഇവിടെയാണ് സി കോർഡിനേറ്റ് വരുന്നത്. അതായത് ഇവിടെ സി കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ സി എന്ന പോയിന്റ് എക്സ് ആക്സിസിൽ എവിടെയാണ്? നേരെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ എവിടെയാണ്? 0-ലാണ്. അപ്പോൾ സി എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണ്? സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ നോക്കിയാൽ മനസ്സിലാവും 3ന്റെയും 4ന്റെയും ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് 0-ൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? ഇതാ, ഈ 0-ൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ 2√3 എന്ന് കണ്ടുപിടിച്ചില്ലേ? അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 2√3 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ 2√3-ലാണ്. അപ്പോൾ സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്തൊക്കെയാണ്? എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 2√3. അതായത് എക്സ് സൂചക സംഖ്യ 0 ആണ്, വൈ സൂചക സംഖ്യ 2√3 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡ്രോ കോർഡിനേറ്റ് ആക്സിസ്, അതായത് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുക. ഡ്രോ ദ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് 2, 1, -2, 1 ആസ് 2 വെർട്ടിസസ്. അതായത് 2 മൂലകൾ 2, 1, -2, 1 എന്നായിട്ടുള്ള ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കണം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇനി സ്കെയിൽ ഉപയോഗിച്ച് നമ്പേഴ്സ് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കോർഡിനേറ്റ്സുകൾ അഥവാ സൂചക സംഖ്യകൾ അടയാളപ്പെടുത്തണം. ആദ്യത്തെ കോർഡിനേറ്റ് 2, 1, അതായത് എക്സ് ആക്സിസിൽ 2-നും വൈ ആക്സിസിൽ 1-നും സമാനമായ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് -2, 1, അതായത് എക്സ് ആക്സിസിൽ -1-ല്, വൈ ആക്സിസിൽ 1-ല്. ഇനി ഈ 2 പോയിന്റുകളും കൂട്ടിയോജിപ്പിക്കണം. ഇതിനെ നമുക്ക് എ, ഇതിനെ നമുക്ക് ബി എന്ന് പേരിടാം. ഈ എ ബിയുടെ നീളം എത്രയാണ്? 4 യൂണിറ്റ് അല്ലേ? അതായത് ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അഥവാ സമഭുജ ത്രികോണത്തിന്റെ 3 സൈഡുകളും 4 യൂണിറ്റ് വീതമായിരിക്കും. ഇനി നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും സിയിലേക്ക് വരയ്ക്കണം. അതിനായിട്ട് ഒരു കോമ്പസ് എടുക്കുക. കോമ്പസിൽ 4 യൂണിറ്റ് അളക്കുക. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് അളക്കുക. അതിനുശേഷം എ എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? എയിൽ നിന്ന് 4 യൂണിറ്റ് അടയാളപ്പെടുത്തുക. അതുപോലെ ബി എന്ന പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം വീണ്ടും 4 യൂണിറ്റ് അടയാളപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പോയിന്റിലാണ് സി വരുന്നത്. ഇനി എയിൽ നിന്നും ബിയിൽ നിന്നും സിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഇവിടെ എ ബി 4 യൂണിറ്റ് ആണെങ്കിൽ എ സിയും 4 യൂണിറ്റ് ആയിരിക്കും. അതുപോലെ ബി സിയും 4 യൂണിറ്റ് ആയിരിക്കും. ഈ രീതിയിലാണ് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ 2 വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ്സ് മാത്രം തന്നു കഴിഞ്ഞാൽ വരയ്ക്കുന്നത്. ഇനി 16ാമത്തെ ചോദ്യം. In the picture, the point P divides the line AB in the ratio 1:2. Calculate the lengths AC and BC. Calculate the lengths AD and PD. Calculate the coordinates of P. AB എന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്ന ബിന്ദുവാണ് P. AC, BC എന്നീ നീളങ്ങൾ കണക്കാക്കുക. AD, PD എന്നീ നീളങ്ങൾ കണക്കാക്കുക. P യുടെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണം തന്നിട്ടുണ്ട്. ഇതിലെ ഈ പോയിന്റ് എ ആണ്. എന്റെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് 4, 6 ആണ്. ഇനി ഈ പോയിന്റ് ബി ആണ്. ബിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ 10, 15 ആണ്. ഇനി എ ബി എന്ന ഈ ലൈനിനെ 3 ആക്കി ഡിവൈഡ് ചെയ്ത് അതിലെ ഒരു പാർട്ടാണ് പി.
അതാണ് ഈ 1:2 റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, 1 2 കൂട്ടിയാൽ 3 അല്ലേ. അതായത് എ ബി എന്ന ലൈനിനെ 3 ആക്കി മുറിക്കുന്നു. അതിലെ ഒരു ഭാഗം മാത്രമാണ് പി എന്ന പോയിന്റ് വരെ ഉള്ളത്. അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ അഥവാ ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ലംബം വരച്ചിട്ടുണ്ട് ഡി എന്ന പോയിന്റിലേക്ക്. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഇത് സി എന്ന പോയിന്റ് ആണ്. ഈ ആംഗിൾ എത്രയാണ്? ഇതും 90 ഡിഗ്രി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ സിയുടെയും ബി സിയുടെയും നീളം. എ സിയുടെയും ബി സിയുടെയും നീളം കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ നമുക്ക് സിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. അതായത് സി എന്നത് എക്സ് ആക്സിസിൽ എവിടെയാണെന്നും വൈ ആക്സിസിൽ എവിടെയാണെന്നും കണ്ടുപിടിക്കണം. സി എക്സ് ആക്സിസിൽ എന്ന് പറയുമ്പോൾ എന്താ? അതായത് സി എന്ന പോയിന്റ് ഇവിടെയാണ്. ഇതിലെ എക്സ് ആക്സിസ് ഇതിലൂടെ ആയിരിക്കില്ലേ പോകുന്നത്. അപ്പൊ എക്സ് ആക്സിസിൽ എവിടെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബിന്റെ അതേ സമാനമായ രീതിയിൽ തന്നെയല്ലേ സി നിൽക്കുന്നത്. സോ ബി എക്സ് ആക്സിസിൽ എവിടെയാണോ അവിടെ തന്നെയാണ് സിയും ഉള്ളത്. ബിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 10. അപ്പോൾ സിന്റെ എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യയും 10 ആണ്. ഇനി സി എന്ന പോയിന്റ് വൈ ആക്സിസ് എവിടെ ആയിരിക്കില്ലേ. സി എന്ന പോയിന്റ് വൈ ആക്സിസിൽ എവിടെയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. എ എന്ന പോയിന്റിന് സമാനമായിട്ടല്ലേ സി നിൽക്കുന്നത്. അതായത് എ വൈ ആക്സിസിൽ എവിടെയാണോ അവിടെ തന്നെയായിരിക്കും സിയും. അതായത് എന്റെ വൈ കോർഡിനേറ്റ് ഏതാ? 6 അല്ലേ. അതായത് സിന്റെ വൈ കോർഡിനേറ്റും 6 തന്നെയാണ്. ഇനി ഇങ്ങനെ എഴുതാൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ച് തന്നെ കണ്ടുപിടിക്കുക. അതായത് ഇത് എക്സ് ആക്സിസ്, എക്സ് ഡാഷ്, ഇനി വൈ ആക്സിസ് വൈ ഡാഷ്. അപ്പൊ ഇവിടെ 10ഉം 15ഉം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 4 6 8 10 എന്നാണ് എടുക്കുന്നത്. ഇവിടെ 2 4 6 8 10 12 14 16. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്താം. അതായത് എ എന്നത് എക്സ് ആക്സിസിൽ 4നും വൈ ആക്സിസിൽ 6നും സമാനമായിട്ടാണ്. ഇനി ബി എന്നതോ എക്സ് ആക്സിസിൽ 10നും വൈ ആക്സിസിൽ 15നും സമാനമായിട്ടാണ്. എ ബിയെ യോജിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിച്ചൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ് ഉണ്ടാക്കുന്നത്. എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ സി എന്ന പോയിന്റ്. ഇനി സി എക്സ് ആക്സിസിൽ എവിടെയാണ്? 10ന് സമാനമല്ലേ. അപ്പൊ നമ്മൾ സിന്റെ എക്സ് കോർഡിനേറ്റ് 10 എന്ന് എഴുതുന്നു. ഇനി സി വൈ ആക്സിസിൽ എവിടെയാണത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6ന് സമാനമല്ലേ. അപ്പോൾ നമ്മൾ വൈ കോർഡിനേറ്റ് വൈ സൂചക സംഖ്യ 6 എന്ന് എഴുതുന്നു. ഈ രീതിയിൽ ഒരു റഫ് ഫിഗർ വരച്ചും നമുക്ക് സിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഇനി ഇപ്പൊ നമുക്ക് എ സി ബി ഇവ മൂന്നിന്റെയും കോർഡിനേറ്റ്സ് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലെങ്ത് ഓഫ് എ സി കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് എ സി, എന്റെ കോർഡിനേറ്റ് എത്രയാ? 4 6 ആൻഡ് സിന്റെ കോർഡിനേറ്റ് 10 6. ലെങ്ത് ഓഫ് എ സി എന്ന് പറയുന്നത് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇതില് x1 y1 ഇതാണ്, x2 y2 ഇതാണ്. ഇനി റൂട്ട് ഓഫ് y2 മൈനസ് y1 അതായത് 6 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 എന്താണ്? 10 മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 6ൽ നിന്ന് 6 പോയാൽ 0 സ്ക്വയർ പ്ലസ് 10ൽ നിന്ന് 4 പോയാൽ 6 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 0 സ്ക്വയർ തന്നെയാണ് പ്ലസ് 6 സ്ക്വയർ. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ. അതായത് എ സിയുടെ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി ഇതുപോലെ നമുക്ക് ലെങ്ത് ഓഫ് ബി സി കണ്ടുപിടിക്കണം. ബിന്റെ കോർഡിനേറ്റ് എന്താ? ലെങ്ത് ഓഫ് ബി സി കണ്ടുപിടിക്കണം. സിന്റെ കോർഡിനേറ്റ് 10 6. 10 6 മുതൽ 10 15 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ അതായത് 15 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ 10 മൈനസ് 10 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15 മൈനസ് 6 എന്താണ്? 9 സ്ക്വയർ. 10 മൈനസ് 10 0 സ്ക്വയർ 0 തന്നെ. അപ്പോ ഇവിടെ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 9 സെന്റിമീറ്റർ. അതായത് നമുക്ക് എന്ത് പറയാം? എ സിയുടെ നീളം 6 സെന്റിമീറ്ററും അതുപോലെ ബി സിയുടെ നീളം 9 സെന്റിമീറ്ററുമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം.
കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ഡി ആൻഡ് പി ഡി. അതായത് എ മുതൽ ഡി വരെയുള്ളതും പി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒന്നാമത്തേത് എ ബി സി എന്ന ഈ വലിയ ട്രയാങ്കിൾ, രണ്ടാമത്തേത് എ പി ഡി എന്ന ഈ ചെറിയ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ ഒന്ന് നോക്കുക. ആദ്യത്തെ ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ എ ബി സി. രണ്ടാമത്തെ ട്രയാങ്കിൾ ട്രയാങ്കിൾ എ പി ഡി. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളിലും എ ബി സി എന്ന ഈ ട്രയാങ്കിളിലെ ആംഗിൾ സി എത്രയാ? ആംഗിൾ സി 90 ഡിഗ്രി. ഇനി എ പി ഡി എന്ന ഈ ട്രയാങ്കിൾ ആംഗിൾ ഡി എത്രയാണ്? ആംഗിൾ ഡിയും 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ എ ബി സിയിലെ എ എന്ന ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. ആംഗിൾ എ എക്സ് ഡിഗ്രി. ഇനി എ പി ഡിയിലോ ആംഗിൾ എ എന്താ? അതും എക്സ് ഡിഗ്രിയാണ്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് കോണുകൾ വീതം തുല്യമാണ്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ എന്താ പറയുക? ട്രയാങ്കിൾ എ ബി സി ഈസ് സിമിലിയർ ടു ട്രയാങ്കിൾ എ പി ഡി. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ എ ബി സി ഈസ് സിമിലിയർ ടു ട്രയാങ്കിൾ എ പി ഡി ആണെന്ന് കിട്ടി. ഇതിന്റെ അർത്ഥം എന്താണ്? രണ്ട് ട്രയാങ്കിൾസ് സിമിലിയർ ആണെങ്കിൽ അവയുടെ സൈഡുകൾ ഒരു റേഷ്യോയിലായിരിക്കും, ഒരു പ്രത്യേക നമ്പർ റേഷ്യോയിലായിരിക്കും. ഇവിടെ നമുക്കറിയാം എ ബി എന്ന ഈ ലൈനിനെ 1:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്ത പോയിന്റ് ആണ് പി. അതായത് എ ബി എന്ന ലൈനിനെ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഒരു ഭാഗമാണ് എ പി. അതേപോലെ തന്നെ ആയിരിക്കും എ സിയുടെയും ബി സിയുടെയും കാര്യം. അതായത് എ സി എന്ന ലൈനിനെ 3 ഡിവൈഡ് ചെയ്താൽ അതിലെ ഒരു പാർട്ടാണ് എ ഡി. അതുപോലെ ബി സി എന്ന ലൈനിനെ 3 ഡിവൈഡ് ചെയ്താൽ അതിലെ ഒരു പാർട്ടാണ് പി ഡി. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യാനായിട്ട്, അതായത് എ ഡിയുടെയും പി ഡിയുടെയും നീളം കാണാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ എ ഡി എടുക്കാം. എ ഡി എന്നതിന് സമാനമായി വരുന്ന ലൈൻ ഏതാണ്? എ സി അല്ലേ? അതായത് എ സിയെ 3 ഡിവൈഡ് ചെയ്തപ്പോൾ അതിലെ ഒരു പാർട്ടാണ് എ ഡി. എ സി എന്ന ലൈനിന്റെ നീളം എന്താണ്? അതായത് എ സിയെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ ഡി. എ സി എന്നത് നമ്മൾ 6 കണ്ടുപിടിച്ചു. 6 ÷ 3 എത്രയാ? 2 സെന്റിമീറ്റർ. ഇതേപോലെ തന്നെ അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് പി ഡി. പി ഡിക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ സമാന്തരമായി നിൽക്കുന്ന ലൈൻ ഏതാ? ബി സി അല്ലേ? അതായത് ബി സിയെ 3 ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് പി ഡി. അതായത് ബി സി ഡിവൈഡഡ് ബൈ 3. ബി സി എന്നത് എത്രയാ? 9 അല്ലേ? 9 ഡിവൈഡഡ് ബൈ 3 സെന്റിമീറ്റർ. അതായത് എ ഡിയുടെ നീളം 2 സെന്റിമീറ്റർ, പി ഡിയുടെ നീളം 3 സെന്റിമീറ്റർ. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് പി? പിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ എ ബി. എന്റെ കോർഡിനേറ്റ് ഏതാ? 4 6 ആണ്. ബിന്റെ കോർഡിനേറ്റോ 10 15 ആണ്. ഈ എ ബി എന്ന ലൈനിനെ 1:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി. അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ എത്രയാ? 1:2. ഇനി ഇതിനെ നമുക്ക് x1 y1 എന്നും ഇത് x2 y2 എന്നും ഇട്ട് കൊടുക്കാം. അതുപോലെ റേഷ്യോയിനെ നമുക്ക് a:b എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതീയവും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലാണ് പഠിക്കുന്നത്. ഇക്വേഷൻ എന്താണ്? x1 + x2 - x1 ഇൻറ്റു a/a+b. ഇതാണ് x കോർഡിനേറ്റ് അഥവാ x സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ. ഇനി y കോർഡിനേറ്റ് അല്ലെങ്കിൽ y സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ y1 + y2 - y1 ഇൻറ്റു a/a+b. ഇനി ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? x1 y1 x2 y2 എയും ബിയും ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. x1 എന്താ? 4 പ്ലസ് x2 - x1, അതായത് 10ൽ നിന്നും 4 പോയാൽ 6 ഇൻറ്റു എ എത്രയാ? 1 ആണ്. a+b എന്താ? 1ഉം 2ഉം കൂട്ടിയാൽ 3 ആണ്. ഇനി y1 എത്രയാണ്? 6 പ്ലസ് y2 - y1 എന്ന് പറഞ്ഞാൽ 15ൽ നിന്നും 6 പോയാൽ 9 ഇൻറ്റു a/a+b എന്ന് പറഞ്ഞാൽ 1/3 തന്നെ ഈക്വൽ ടു പി ഓഫ് 4 + 6 ഹരിക്കണം 3 എത്രയാണ്? 6ൽ എത്ര 3 ഉണ്ട്? 2. 4ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 6. ഇനി 9 ഹരിക്കണം 3 എത്രയാണ്? 9ൽ 3 3 ആണുള്ളത്. അതുകൊണ്ട് 9 ഡിവൈഡഡ് ബൈ 3 3 ആണ്. 6ഉം 3ഉം കൂട്ടിയാൽ 9. അതായത് പിന്റെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എത്രയൊക്കെയാണ്? പി 6 9 ആണ്. ഇനി 16ന്റെ ബി ക്വസ്റ്റ്യൻ.
1, 1 is a point on a circle centered at 4, 5. What is the radius of this circle? What is the equation of the circle? Calculate the coordinates of the one of the points where the circle cuts the x-axis. കേന്ദ്രം 4, 5 ആയ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് 1, 1. ഈ വൃത്തത്തിന്റെ ആരം എത്രയാണ്? വൃത്തത്തിന്റെ സമവാക്യം എന്താണ്? ഈ വൃത്തം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റിന്റെ കോർഡിനേറ്റ് 4, 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 1, 1. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ റേഡിയസ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ദൂരമല്ലേ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കിട്ടില്ലേ? ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ഇതല്ലേ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഏത് മുതൽ ഏത് വരെയാണ്? 1, 1 എന്ന പോയിന്റ് മുതൽ 4, 5 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇതിനെ നമുക്ക് x1 y1 എന്നും ഇത് നമുക്ക് x2 y2 എന്നും എടുക്കാം. ഈക്വൽ ടു റൂട്ട് ഓഫ് y2 മൈനസ് y1 എന്ത് വരും? 5 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 എന്ത് വരും? 4 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 5ൽ നിന്ന് 1 പോയാൽ എത്രയാ? 4 സ്ക്വയർ. 4ൽ നിന്ന് 1 പോയാൽ എത്രയാ? 3 സ്ക്വയർ. ഇനി 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. അതായത് 16ഉം 9ഉം കൂട്ടിയാൽ 25 ആണ്. 25ന്റെ റൂട്ട് 5 സെന്റിമീറ്റർ. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്താണ്? ഇക്വേഷൻ ഓഫ് സർക്കിൾ അതായത് വൃത്തത്തിന്റെ സമവാക്യം x മൈനസ് a ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്നാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇവിടെ എ ബി എന്നത് എന്താണ്? സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ്. എക്സ് അതേപോലെ തന്നെ എഴുതി. എ എന്നത് എന്താണ്? 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ബി എന്താണ്? 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 സ്ക്വയർ. അതായത് ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇതാണ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ അഥവാ സമവാക്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് വൺ ഓഫ് ദ പോയിന്റ്സ് വേർ ദിസ് സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ്. അതായത് ഈ സർക്കിൾ എക്സ് ആക്സിസിനെ അഥവാ എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന്റെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആ കട്ട് ചെയ്യുന്ന പോയിന്റിലെ എക്സിന്റെ വാല്യൂ ആയിരിക്കും. ഇനി വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? വൈന് സമാനമായി ഇവിടെ എന്താ? 0 അല്ലേ? അതായത് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി വൈ ആക്സിസിനെ ആണെങ്കിലോ കട്ട് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ് ഒരു 0 ആയിരിക്കും. വൈ എന്നത് ഈ പോയിന്റിൽ ഉള്ള നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ് ഏത് രീതിയിലായിരിക്കും? x0 എന്ന രീതിയിലായിരിക്കും നമ്മുടെ കോർഡിനേറ്റ് ഉണ്ടാവുക. അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഓഫ് സർക്കിളിൽ വൈന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? ആ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് എഴുതാം? ദ കോർഡിനേറ്റ്സ് ഓഫ് വൺ ഓഫ് ദ പോയിന്റ്സ് വേർ ദിസ് സർക്കിൾ കട്ട്സ് ദ എക്സ് ആക്സിസ് ഈസ് x0. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പോയിന്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു എഴുതാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് എക്സിന്റെ വാല്യൂ കാണുന്നത്. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ എഴുതി. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി വൈന്റെ സ്ഥാനത്ത് 0 മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പൊ ഇതാട്ടോ നമ്മുടെ പോയിന്റ്. ഇനി എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ അതുപോലെ എഴുതി. 0 മൈനസ് 5 ഹോൾ സ്ക്വയർ എന്ത് വരും? മൈനസ് 5 വരും. മൈനസ് 5ന്റെ സ്ക്വയർ എന്താ? 25 ഈക്വൽ ടു 25. ഇനി പ്ലസ് 25നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്നത് എന്ത് വരും? 25 മൈനസ് 25 വരും. അതായത് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്നത് 0 ആവും. 25ൽ നിന്ന് 25 പോയാൽ 0 അല്ലേ?
ഇനി എക്സ് മൈനസ് 4 ഈക്വൽ ടു ഈ സ്ക്വയർ ഇവിടേക്ക് പോയാൽ റൂട്ട് 0 ആവും. റൂട്ട് 0 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അതായത് എക്സ് ഈക്വൽ ടു ഈ -4 ഈ സൈഡിലേക്ക് പോയാൽ +4 ആവും. എക്സിന്റെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഈ കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? 4, 0. അതായത് the coordinates of one of the points where this circle cuts the x-axis is 4, 0. അതായത് ഈ വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ 4, 0 ആണ്. 17ാമത്തെ ചോദ്യം. The sum of two numbers is 20 and their product is 95. Write these facts as a second degree equation. Calculate the numbers. രണ്ട് സംഖ്യകളുടെ തുക 20ഉം ഗുണനഫലം 95ഉമാണ്. തന്നിട്ടുള്ള വിവരങ്ങളെ ഒരു രണ്ടാം കൃതി സമവാക്യമായി എഴുതുക. സംഖ്യകൾ കണക്കാക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 20. നമുക്ക് ആ രണ്ട് നമ്പറിനെ എക്സ് വൈ എന്ന് എടുക്കാം. അപ്പൊ സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ തുക 20 ആണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ആൻഡ് ദയർ പ്രോഡക്റ്റ് ഈസ് 95. അതായത് അവയുടെ ഗുണനഫലം, അതായത് എക്സ് ഇൻറ്റു വൈ എത്രയാ? 95 ആണ്. ഇവിടെ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക? ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. അതിൽ നിന്ന് എക്സോ അല്ലെങ്കിൽ വൈയോ കണ്ടുപിടിക്കുക. നമുക്ക് വൈ കണ്ടുപിടിക്കാം. വൈ ഈക്വൽ ടു 20. ഈ എക്സ് ഈ സൈഡിലേക്ക് പോയാൽ പ്ലസ് എക്സ് ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് എക്സ്. വൈ ഈക്വൽ ടു 20 മൈനസ് എക്സ് എന്ന് കിട്ടിയില്ലേ? ഈ ഇക്വേഷനിലെ വൈന്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. വൈന്റെ സ്ഥാനത്ത് 20 മൈനസ് എക്സ് ഈക്വൽ ടു 95. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് കിട്ടുക. എക്സ് ഇൻറ്റു 20 എന്ത് വരും? 20 എക്സ്. എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 95. ഇനി ഇക്വേഷനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം മൈനസ് എക്സ് സ്ക്വയർ എഴുതാം, പ്ലസ് 20 എക്സ് ഈക്വൽ ടു 95. ഇനി ഒരു പ്രശ്നമില്ല, ഈ മൈനസ് മാറ്റണം. അതായത് ഈ ഇക്വേഷനിലെ എല്ലാ ടേംസിന്റെയും സൈന് മാറ്റിയാൽ മതി. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയി, പ്ലസ് 20x മൈനസ് 20x ആയി, ഈക്വൽ ടു പ്ലസ് 95 മൈനസ് 95. ഇനി ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 20x ഈക്വൽ ടു മൈനസ് 95. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ നമ്പേഴ്സ്. അതായത് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ച്. ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവുമ്പോഴാണ്. ക്വാഡ്രാറ്റിക് ഫോർമുല നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലാവുമ്പോഴാണ്. അതായത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. ക്വാഡ്രാറ്റിക് ഫോർമുല ആണെങ്കിലോ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒരു നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പാകത്തിനുള്ള ഫോർമാറ്റിലല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവാണ് ഉപയോഗിക്കുന്നത്. യൂസിങ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ച്. എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ എക്സ് കാണാനുള്ള ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഇതിലെ സിന്റെയും ബിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കണ്ടേ? ബി എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? മൈനസ് 20 അല്ലേ? ഇനി സി എന്ന് പറയുന്നത് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് ആണ്. അത് എത്രയാ? മൈനസ് 95. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ്? മൈനസ് 95 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 20ന്റെ സ്ക്വയർ എത്രയാ? 400 ഡിവൈഡഡ് ബൈ 4 മൈനസ് ബി എത്രയാണ്? മൈനസ് 20 ഹരിക്കണം 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 95 പ്ലസ് 400 ഹരിക്കണം 4 എത്രയാണ്? 100. മൈനസും മൈനസും പ്ലസ് ആയി. 20ന്റെ പകുതി എത്രയാണ്? 10 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100ൽ നിന്നും 95 പോയാൽ എത്രയാണ്? 5 പ്ലസ് 10. അതായത് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് മൈനസ് റൂട്ട് 5 പ്ലസ് 10. അതുപോലെ എക്സിന്റെ മറ്റൊരു വാല്യൂ എന്താണ്?
പ്ലസ് റൂട്ട് 5 പ്ലസ് 10. ഇതിനൊന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 10 മൈനസ് റൂട്ട് 5, അതേപോലെ 10 പ്ലസ് റൂട്ട് 5. ഇവിടെ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയില്ലേ? ഇതിലെ ഒന്ന് നമുക്ക് എക്സ് ആയിട്ടും ഒന്ന് നമുക്ക് y ആയിട്ടും എഴുതാം. എക്സ് ഈക്വൽ ടു 10 മൈനസ് റൂട്ട് 5, y ഈക്വൽ ടു 10 പ്ലസ് റൂട്ട് 5. അപ്പോൾ 10 മൈനസ് റൂട്ട് 5, 10 പ്ലസ് റൂട്ട് 5 ഇവ രണ്ടുമാണ് ആ നമ്പേഴ്സ്. 18ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് nth ടേം 5n plus 1. How much more is the sum of the first 20 terms of the arithmetic sequence with nth term 5n plus 4 than the sum of the first 20 terms of the sequence? n-ാം പദം 5n plus 1 ആയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണക്കാക്കുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് n-ാം പദം 5n plus 4 ആയ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? ഇവിടെ മലയാള മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ചോദ്യത്തിന് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. മലയാള മീഡിയത്തിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ ഫസ്റ്റ് n ടേംസിന് പകരം 20 ടേംസിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മാണ് ആദ്യം തന്നെ കാണാനായിട്ട് പോകുന്നത്. 18ാമത്തെ ഒന്നാമത്തെ ചോദ്യം. നമുക്കിവിടെ nth ടേമിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. 5n plus 1 ആണ്. ഇത് ഉപയോഗിച്ച് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? നമുക്കറിയാം nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? dn പ്ലസ് f മൈനസ് d ആണ്. ഇവിടെ dnന്റെ സ്ഥാനത്താണ് 5n നിൽക്കുന്നത്. അതായത് dn എന്ന് പറയുന്നത് 5n ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? d ഈക്വൽ ടു 5 ആണെന്ന് പറഞ്ഞൂടെ? അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 5 ആണ്. ഇനി f മൈനസ് ഡിന്റെ സ്ഥാനത്താണ് 1 നിൽക്കുന്നത്. f മൈനസ് 5 എന്നിട്ട് കൊടുത്തു ഈക്വൽ ടു 1. അപ്പോൾ f ഈക്വൽ ടു എന്ത് വന്നു? 1 പ്ലസ് 5 6. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്താണ്? 6 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇനി n/2 എന്ന് പറയുന്നത് 20/2 ഇൻറ്റു 2f എന്ന് പറയുന്നത്, ഇവിടെ f എത്രയാണ്? 6 അല്ലേ? ഫസ്റ്റ് ടേം 6 ആണ്. 6 ഇൻറ്റു 2 12 പ്ലസ് n മൈനസ് 1 എന്ന് പറയുന്നത് 19. 20ൽ നിന്ന് 1 പോയാൽ 19 ഇൻറ്റു d എന്ന് പറയുന്നത് 5 ഈക്വൽ ടു 20ന്റെ പകുതി എത്രയാ? 10 ഇൻറ്റു ഇനി 12 പ്ലസ് 19 ഇൻറ്റു 5 എത്രയാ? 95 ഈക്വൽ ടു 10 ഇൻറ്റു 12 പ്ലസ് 95 എത്രയാണ്? 107. ഇനി 107 ഇൻറ്റു 10 1070. അതായത് nth ടേം 5n plus 1 ആയ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്, ആദ്യത്തെ 20 പദങ്ങളുടെ തുക 1070 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം. How much more is the sum of first 20 terms of the arithmetic sequence with nth term 5n plus 4 than the sum of the first 20 terms of the sequence? ഇവിടെ നമ്മൾ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്, അതായത് nth ടേം 5n plus 1 ആയ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മറ്റൊരു nth ടേം തന്നിട്ടുണ്ട്. nth ടേം ഈക്വൽ ടു 5n plus 4. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. എന്നിട്ട് അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ നമുക്ക് ഡിയും എഫും കണ്ടുപിടിക്കാം. nth ടേമിന്റെ ഇക്വേഷൻ എന്താ? dn പ്ലസ് f മൈനസ് d ആണ്. അതായത് dn ഈക്വൽ ടു ഇവിടെ എന്താ? 5n ആണ്. അതായത് d ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 5 ആണ്. ഇനി f മൈനസ് d എന്നത് ഇവിടെ 4 ആണ്. f മൈനസ് ഡിന്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുക്കുന്നു, ഈക്വൽ ടു 4. ദെർഫോർ f ഈക്വൽ ടു 4 പ്ലസ് 5 9 ആണ്. അതായത് ആദ്യ പദം ഫസ്റ്റ് ടേം എന്നത് എത്രയാണ്? 9 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കിട്ടി. ഇനി നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇനി n/2 എന്ന് പറയുമ്പോൾ 20ന്റെ പകുതി 10 ഇൻറ്റു 2f എന്നാൽ 2 ഇൻറ്റു 9 18 പ്ലസ് n മൈനസ് 1 എന്ന് പറയുന്നത് 19 ഇൻറ്റു d എത്രയാണ്?
5 ഈക്വൽ ടു 10 ഇൻറ്റു 18 പ്ലസ് 19 ഇൻറ്റു 5 എത്രയാ? 95 ഇനി 95ഉം 18ഉം കൂട്ടിയാൽ എത്രയാണ്? 10 ഇൻറ്റു 113 ഈക്വൽ ടു 10 ഇൻറ്റു 113 എത്രയാണ്? 1130. ഇപ്പൊ നമുക്ക് രണ്ട് അരിത്മെറ്റിക് സീക്വൻസിന്റെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുക കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1130ഉം 1070ഉം. ഇനി ഇവയുടെ ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ആദ്യത്തെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസിനോട് എത്ര കൂട്ടിയാലാണ് രണ്ടാമത്തെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കിട്ടുക എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസിൽ നിന്നും ആദ്യത്തെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കുറച്ചാൽ പോരെ? അതായത് 1130 നിന്നും 1070 പോയാൽ എത്രയാണ്? 60. അതായത് how much more is the sum of the first 20 terms of the arithmetic sequence with nth term 5n plus 4 than the sum of first 20 terms of the sequence? ഉത്തരം എത്രയാണ്? 60. അടുത്തത് 19ാമത്തെ ചോദ്യം. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers. Prove also that this sequence contains no even number. ആദ്യ പദം 1/3ഉം പൊതുവ്യത്യാസം 2/3ഉമായ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. ഈ ശ്രേണിയിൽ ഒരു ഇരട്ട സംഖ്യ ഇല്ല എന്ന് തെളിയിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 1/3 ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 2/3 ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം കണ്ടുപിടിച്ചൂടെ? nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? nth ടേം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഇതിൽ ഡി എന്നത് കോമൺ ഡിഫറൻസ്, എഫ് എന്നത് ഫസ്റ്റ് ടേം. ഡിന്റെ സ്ഥാനത്ത് 2/3 എന്നിട്ട് കൊടുത്തു. 2/3n പ്ലസ് ഇനി എഫിന്റെ സ്ഥാനത്ത് 1/3 മൈനസ് ഡിന്റെ സ്ഥാനത്ത് 2/3. ഇനി 2/3n പ്ലസ് ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നേരിട്ട് തന്നെ ആഡ് ചെയ്തൂടെ? 1 മൈനസ് 2 എന്നത് എന്ത് വരും? -1 ഹരിക്കണം 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2n. ഇതിന്റെയും എന്താണ്? രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ നമുക്ക് നേരിട്ട് ആഡ് ചെയ്തൂടെ? 2n പ്ലസ് -1 എന്തോന്ന്? 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. അതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേമിന്റെ ഇക്വേഷൻ. അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗത്തിൽ നിന്നും ഏതൊരു ചോദ്യം ചോദിച്ചാലും ആദ്യം തന്നെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം കണ്ടുവെക്കുക. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് nth ടേമിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഒന്നാമത്തെ ടേം കണ്ടുപിടിച്ചൂടെ? ഈ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടില്ലേ? 2 ഇൻറ്റു 1 മൈനസ് 1 ഹരിക്കണം 3. 2 ഇൻറ്റു 1 എന്താണ്? 2. 2ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ 1. 1/3 ആണ് ആദ്യത്തെ ടേം. ഇനി രണ്ടാമത്തെ ടേം 2 ഇൻറ്റു 2 മൈനസ് 1/3. 2 ഇൻറ്റു 2 എന്താ? 4. 4ൽ നിന്ന് 1 പോയാൽ 3. 3 ഹരിക്കണം 3 എന്ത് വരും? 1. ഇനി മൂന്നാമത്തെ ടേം 2 ഇൻറ്റു 2 മൈനസ് 1 സോറി എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കാം. 2 ഇൻറ്റു 3 മൈനസ് 1 ഹരിക്കണം 3 ഈക്വൽ ടു 2 ഇൻറ്റു 3 എത്രയാണ്? 6. 6ൽ നിന്ന് 1 പോയാൽ 5 ഹരിക്കണം 3. ഇനി നാലാമത്തെ ടേം 2 ഇൻറ്റു 4 മൈനസ് 1 ഹരിക്കണം 3. 2 ഇൻറ്റു 4 എത്രയാ? 8. 8ൽ നിന്ന് 1 പോയാൽ എന്ത് വരും? 7/3. ഇനി അഞ്ചാമത്തെ ടേം 2 ഇൻറ്റു 5 മൈനസ് 1 ഹരിക്കണം 3. 2 ഇൻറ്റു 5 എത്രയാ? 10. 10ൽ നിന്ന് 1 പോയാൽ 9. 9 ഹരിക്കണം 3 എന്ത് വരും? 9 ഹരിക്കണം 3 3 ഇതേപോലെ എക്സെട്ര. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ടാമത്തെ ടേം. ഓക്കെ, രണ്ടാമത്തെ ടേം ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യ എന്ന് പറയുന്നത് എന്തിനെയാണ്? 1, 3, 5, 7, 9 എക്സെട്ര. ഇവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ടാം പദം എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ നമുക്ക് പിന്നീട് എന്ത് കിട്ടി? അഞ്ചാം പദവും എന്താണ്?
ഒരു ഓഡ് നമ്പർ ആണ്. അതായത് നെക്സ്റ്റ് ഓഡ് നമ്പർ 1 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 3 ആണ്. ആ 3 ആണ് നമുക്ക് 5ാം പദമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 2 കഴിഞ്ഞ് 2 ടേം കഴിഞ്ഞ് 5ാമത്തെ ടേം നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഇനി ഇതേപോലെ തന്നെ വീണ്ടും 2 ടേംസ്, അതായത് 6ാം പദവും 7ാം പദവും കഴിഞ്ഞ് നമുക്ക് 8ാം പദം ഒന്നും കൂടെ നോക്കാം. 2 × 8 - 1 ഹരിക്കണം 3. 2 × 8 എത്രയാ? 16. 16ൽ നിന്ന് 1 പോയാൽ 15. 15 ഹരിക്കണം 3 എത്രയാണ്? 5. അതായത് നമുക്ക് ഇതിലെ 3ാമത്തെ ടേം കിട്ടിയില്ലേ? 5. ഇനി നമുക്ക് വീണ്ടും x9 x10, അതായത് 9ാമത്തെയും 10ാമത്തെയും പദം കഴിഞ്ഞ് 11ാമത്തെ പദം നോക്കുകയാണ്. അപ്പോൾ എന്ത് വന്നു? 2 × 11 - 1 ഹരിക്കണം 3 ഈക്വൽ ടു 2 × 11 എന്താ? 22. 22ൽ നിന്ന് 1 പോയാൽ 21. 21 ഹരിക്കണം 3 എത്രയാണ്? 7. അതായത് 4ാമത്തെ ഓഡ് നമ്പർ കിട്ടി. ഇങ്ങനെ 2 ടേംസ് കഴിഞ്ഞു പോകുമ്പോൾ എല്ലാ ഓഡ് നമ്പേഴ്സും ഈ അരിത്മെറ്റിക് സീക്വൻസിൽ വരും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്തൂടെ? ഓൾ ഓഡ് നമ്പേഴ്സ് കണ്ടെയ്ൻസ് ഇൻ ദിസ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞൂടെ? സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് all odd numbers contained in this arithmetic sequence. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ആൾസോ ദാറ്റ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് നോ ഈവൻ നമ്പർ. ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ഈവൻ നമ്പറും ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ nth ടേം എന്താ? 2n - 1/3 എന്നല്ലേ? 2n, അതായത് n-ന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഈവൻ നമ്പർ, അഥവാ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കില്ലേ? അതെ. ഈ ഇരട്ട സംഖ്യയിൽ നിന്ന് 1 കുറച്ചു കഴിഞ്ഞാൽ അതൊരു ഒറ്റ സംഖ്യ ആവില്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഏതൊരു ഈവൻ നമ്പർ എടുത്തു നോക്കിയാലും 8ൽ നിന്ന് 1 കുറച്ചാൽ 7 ഓഡ് നമ്പർ അല്ലേ? ഇനി 12 ഒരു ഈവൻ നമ്പർ ആണ്. 12ൽ നിന്ന് 1 കുറച്ചു കഴിഞ്ഞാൽ അതൊരു ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ 2n - 1 എന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. 3 എന്നത് ഓഡ് നമ്പർ ആണെന്ന് നമുക്കറിയാം. ഒരു ഓഡ് നമ്പറും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരിക്കലും ഒരു ഈവൻ നമ്പർ ആവുകയില്ല. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് നോ ഈവൻ നമ്പർ. അതായത് ഈ സമാന്തര ശ്രേണിയിൽ ഇരട്ട സംഖ്യകൾ ഇല്ല. അടുത്ത ചോദ്യം 20ാമത്തെ A ക്വസ്റ്റ്യൻ. Write x² - x - 56 as the product of two first-degree polynomials. What should be x to make 2x² - 2x - 112 equal to 0? x² - x - 56 എന്ന ബഹുപദത്തെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. 2x² - 2x - 112 equal to 0 ആകണമെങ്കിൽ x എന്താകണം? അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? x² - x - 56 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യാറ്? അതിനെ ഒരു സമവാക്യമാക്കും, അതായത് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കും. ഇനി x² - x ഈക്വൽ ടു ഈ -56നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വന്നു? +56. നമുക്ക് x കാണാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലായിരിക്കണം? x² + bx = c എന്ന ഫോർമാറ്റിലാണ്. അതായത് x²ന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. കോൺസ്റ്റന്റ് വാല്യൂ ഈക്വൽ ടുന്റെ വലതുഭാഗത്താവണം. രണ്ടാമത്തെ മെത്തേഡാണ് യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ച്. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം? ax², അതായത് x²ന് കോഎഫിഷ്യന്റ് ഉണ്ടാവണം, +bx + c = 0 എന്ന ഫോർമാറ്റിലാവണം. ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ചെയ്യാൻ പാകത്തിനുള്ള മെത്തേഡിലല്ലേ? സ്ക്വയർ കംപ്ലീഷന്റെ ഇക്വേഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ x = ± c + b² / 4 - b/2. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് സിന്റെയും ബിന്റെയും വാല്യൂസ് കാണും. ബി എന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇവിടെ എന്താ? ബി എന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? -1.
ഇനി സി എന്നത് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് വാല്യൂ, അതേതാ 56. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിന്റെ സ്ഥാനത്ത് 56 പ്ലസ് ബി സ്ക്വയർ, അതായത് മൈനസ് 1ന്റെ സ്ക്വയർ എന്താ 1/4 മൈനസ് ബി എന്നത് മൈനസ് 1/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 56 പ്ലസ് 1/4 എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 56 ഇൻറ്റു 4 224 പ്ലസ് 1 ഇൻറ്റു 1 1 ഹരിക്കണം 1 ഇൻറ്റു 4 4. ഇനി മൈനസും മൈനസും പ്ലസ് 1/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 224 ഒന്നും കൂട്ടിയാൽ എത്രയാ? 225 ഹരിക്കണം 4 പ്ലസ് 1/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 225ന്റെ റൂട്ട് എത്രയാണ്? 15. 4ന്റെ റൂട്ട് 2 പ്ലസ് 1/2. ഇനി എക്സിന് 2 വാല്യൂസ് ആണുള്ളത്. ഒന്നാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു മൈനസ് 15/2 പ്ലസ് 1/2. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ പ്ലസ് 15/2 പ്ലസ് 1/2 ഈക്വൽ ടു മൈനസ് 15 പ്ലസ് 1. എന്താണ് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. 15ൽ നിന്ന് 1 പോയാൽ എത്രയാ? 14. ഇനി ഇതിലെ വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് ആണ്, അപ്പൊ മൈനസ് 14/2. 14ന്റെ പകുതി എത്രയാണ്? -7. ഇനി 15 പ്ലസ് 1 16/2. 16ന്റെ പകുതി എത്രയാണ്? 8. അപ്പൊ എക്സിന്റെ 2 വാല്യൂസുകൾ നമുക്ക് കിട്ടി. ഒന്ന് എക്സ് ഈക്വൽ ടു -7, രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു 8. ഇനി ഇതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാം. എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കി എഴുതുക? എക്സ് എഴുതുന്നു, -7നെ +7, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈന് വേണം ഇട്ട് കൊടുക്കാം. ഇനി എക്സ് വീണ്ടും എഴുതി, +8നെ -8. ഇനി ഈ 2 ഫാക്ടേഴ്സിനെയും ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? x² മൈനസ് x മൈനസ് 56നെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനായിട്ട് കഴിയും. അതായത് x² മൈനസ് x മൈനസ് 56 ഈക്വൽ ടു x + 7 ഇൻറ്റു x മൈനസ് 8 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ബി എക്സ് ടു മേക്ക് 2x² മൈനസ് 2x മൈനസ് 112 ഈക്വൽ ടു 0? അതായത് 2x² മൈനസ് 2x മൈനസ് 112 ഈക്വൽ ടു 0 കിട്ടാൻ എക്സിന്റെ വാല്യൂസിന് വരുന്ന മാറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ ഇക്വേഷനിൽ ഫുൾ എല്ലാ ടേംസിനെയും 2 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അതായത് x² 2 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 2x². ഇനി എക്സിനെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 2x. 56നെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 112. അപ്പൊ നമുക്ക് ആ 2നെ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്ത് വരും? x² മൈനസ് x മൈനസ് 56 ഈക്വൽ ടു 0 എന്ന് വരില്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു x² മൈനസ് x മൈനസ് 56നെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി നമുക്ക് x + 7 അതുപോലെ x മൈനസ് 8 എന്ന് എഴുതിക്കൂടെ? അതായത് ഇത് 0 ആണെന്നാണ് പറയുന്നത്. 2 ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ഒന്നുമില്ലെങ്കിൽ x + 7 0 ആയിരിക്കും, അല്ല എങ്കിൽ x മൈനസ് 8 0 ആയിരിക്കും. അതായത് x ഈക്വൽ ടു -7 തന്നെയാണ്, അതുപോലെ x ഈക്വൽ ടു +8 ആണ്. അപ്പോൾ x എന്നത് ഒന്നുമില്ലെങ്കിൽ -7 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. അപ്പൊ 2x² മൈനസ് 2x മൈനസ് 112 ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ ആയാലും എക്സിന്റെ വാല്യൂസിന് മാറ്റമില്ല. x -7 അല്ലെങ്കിൽ 8 ആണ്. ഇനി അടുത്തത് 20ന്റെ ബി ക്വസ്റ്റ്യൻ. What are the coordinates of the points where the graph of 3x² plus 2x minus 5 intersects the x-axis? 3x² plus 2x minus 5 എന്ന ബഹുപദ ചിത്രം x അക്ഷത്തിനെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണ്? p of x ഈക്വൽ ടു 3x² പ്ലസ് 2x മൈനസ് 5 എന്നാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ പോളിനോമിയൽ ഒരു ഗ്രാഫ് ആക്കി വരയ്ക്കുമ്പോൾ എക്സ് ആൻഡ് വൈ അക്ഷത്തിലെ എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്നു. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സ് ആക്സിസിലെ ഇന്റർസെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കോർഡിനേറ്റ്സ് എങ്ങനെയായിരിക്കും? എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ ഒരു നമ്പർ ആയിരിക്കും. വൈ സൂചക സംഖ്യ എന്തായിരിക്കും? വൈ സൂചക സംഖ്യ എന്ന് പറയുന്നത് വൈ ആക്സിസിന് 0ന് സമാനമായിട്ടാണ് പോയിന്റ് നിൽക്കുന്നത്. അപ്പൊ വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. ഇനി ഈ ഗ്രാഫ് വൈ ആക്സിസിനെ മുറിച്ചു കടക്കുന്ന അഥവാ വൈ ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിലോ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0ഉം വൈ കോർഡിനേറ്റ് ഒരു നമ്പറും ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ് ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വൈ എന്തായിരിക്കും? 0 ആയിരിക്കും.
അതായത് നമുക്ക് ഇതിനെ പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, y ഇട്ട് കൊടുക്കാം. y ഈക്വൽ ടു 3x² പ്ലസ് 2x മൈനസ് 5. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y 0 ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂസ് ആണ്. അതായത് 3x² പ്ലസ് 2x മൈനസ് 5 ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂസ് അഥവാ പരിഹാരങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, രണ്ടാമത്തേത് യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, x² പ്ലസ് bx ഈക്വൽ ടു c എന്ന ഫോർമാറ്റിലായിരിക്കും. അതായത് x² കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലായിരിക്കും. അതായത് ആ x² അവിടെ കോഎഫിഷ്യന്റ് ഉണ്ടാവും, ഇവിടെയും x² കോഎഫിഷ്യന്റ് ഉണ്ട്. സോ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചാണ് എക്സിന്റെ വാല്യൂസ് അഥവാ പരിഹാരങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല ഇക്വേഷൻ എന്താണ്, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇനി എ ബി സി കണ്ടുപിടിക്കണം. എ എന്നത് x² കോഎഫിഷ്യന്റ് ഏതാ 3 ആണ്. ബി എന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാ 2 ആണ്. സി എന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ എത്രയാ, -5 ആണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. മൈനസ് ബി എന്ത് വരും, -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്നാൽ 2ന്റെ സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു എ എത്രയാ 3 ഇൻറ്റു സി എന്താണ് -5 ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 6 ആണ് ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ്. ഇനി 4 ഇൻറ്റു 3 എത്രയാണ് 12. 12 ഇൻറ്റു -5 എന്ത് വരും, -60 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് -60 എന്ത് വരും, 4 പ്ലസ് 60. 4ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 64 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു -2 പ്ലസ് ഓർ മൈനസ് 64ന്റെ റൂട്ട് എത്രയാണ് 8 ഡിവൈഡഡ് ബൈ 6. ഇനി എക്സിന് രണ്ട് വാല്യൂസ് വരും. ഒന്ന് എക്സ് ഈക്വൽ ടു -2 പ്ലസ് 8 ബൈ 6. രണ്ടാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു -2 മൈനസ് 8 ബൈ 6 ഈക്വൽ ടു. ഇനി 8ൽ നിന്ന് 2 പോയാൽ എത്രയാ, 6 അല്ലേ, 6 ബൈ 6 എന്ത് വന്നു, 1. എക്സിന്റെ ആദ്യത്തെ വാല്യൂ 1 ആണ്. ഇനി -2 -8 എന്താണ്, 8ഉം 2ഉം കൂട്ടി മൈനസ് ഇടണം. 8ഉം 2ഉം കൂട്ടിയാൽ -10 ബൈ 6. ഇതിനൊന്ന് ചുരുക്കി എഴുതാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, അതായത് 10ന്റെ പകുതി എത്രയാ, -5 ആണ്. 6ന്റെ പകുതി എത്രയാണ്, 3. അപ്പൊ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് ആണ് കിട്ടിയത്. ഒന്ന് എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈക്വൽ ടു -5 ബൈ 3. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോർഡിനേറ്റ്സ് ആണ്. വെറുതെ സൊല്യൂഷൻ മാത്രം കണ്ടുവച്ചാൽ പോരാ, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ പി ഓഫ് എക്സ് അഥവാ ഈ പോളിനോമിയൽ എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോർഡിനേറ്റ്സ് കാണാൻ എങ്ങനെയാണ്, കോർഡിനേറ്റ്സ് എങ്ങനെയാണ് എഴുതുക, ഒരു ബ്രാക്കറ്റ് ഇടുന്നു. ആദ്യം എക്സ് 1, y കോർഡിനേറ്റ് എന്താണ്, 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണ് വരിക, -5 ബൈ 3, 0. ഇത് രണ്ടുമാണ് എക്സ് ആക്സിസിനെ ഈ പോളിനോമിയൽ മുറിച്ചു കടക്കുന്ന പോയിന്റ്സുകൾ. ഇനി 21ാമത്തെ ചോദ്യം. A boy 1.5 meters tall standing at the top of a building 20 meters high sees a car parked on the road at an angle of depression 30 degree. How far away from the bottom of the building is the car parked? 20 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിനു മുകളിൽ നിൽക്കുന്ന 1.5 മീറ്റർ ഉയരമുള്ള കുട്ടി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ 30 ഡിഗ്രി കീഴ്കോണിൽ കാണുന്നു. കെട്ടിടത്തിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫിഗർ വരയ്ക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 20 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാ, 20 മീറ്റർ. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു 1.5 മീറ്റർ നീളമുള്ള ഒരു കുട്ടി നിൽക്കുന്നു. കുട്ടിയുടെ നീളം 1.5 മീറ്റർ. ഇനി ഈ കുട്ടി എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാറിലേക്ക് നോക്കുകയാണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ.
ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്കോൺ എന്ന് പറയുന്നത് എപ്പോഴും കുട്ടി അടിയിലേക്കായിരിക്കും നോക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ കുട്ടി മുകളിലോട്ടായിരിക്കും നോക്കുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം തന്നെ കുട്ടിയുടെ നേരെയുള്ള നോട്ടം, ഇങ്ങനെയല്ലായിരിക്കും കുട്ടി നേരെ നോക്കുന്നത്. കുട്ടിയുടെ നേരെയുള്ള നോട്ടവും അതുപോലെ കുട്ടിയുടെ കാറിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ എന്ത് ചെയ്യരുത്, 30 ഡിഗ്രി അടയാളപ്പെടുത്തരുത്. കുട്ടിയുടെ നേരെയുള്ള നോട്ടവും കുട്ടിയുടെ താഴേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൗ ഫാർ എവേ ഫ്രം ദ ബോട്ടം ഓഫ് ദി ബിൽഡിംഗ്, അതായത് ബിൽഡിങ്ങിന്റെ അടി മുതൽ കാർ പാർക്ക് ചെയ്തത് വരെയുള്ള ദൂരമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കിത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ, അഥവാ ഒരു മട്ട ത്രികോണം അല്ലേ കിട്ടിയിട്ടുള്ളത്. ഇതെന്താണ്? 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രിയാണ് ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അതിലെ 30 ഡിഗ്രി ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി ഇത്രയും ആംഗിൾ എത്രയായിരിക്കും? 90ൽ നിന്ന് 30 പോയാൽ 60 ഡിഗ്രി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഈ 180ൽ നിന്ന് ഈ 90 ഡിഗ്രിയും ഈ 60 ഡിഗ്രിയും കുറച്ചാൽ എത്ര വരും? ബാക്കി 30 ഡിഗ്രി. അതായത് ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ആംഗിൾ എന്ത് വന്നു? 30 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? ഇനി ഈ ഡിസ്റ്റൻസ്, അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഈ മട്ട ത്രികോണത്തിന്റെ ഈ ഡിസ്റ്റൻസ് എന്താ? 20 + 1.5 21.5 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ ഈ സൈഡിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. മെത്തേഡ് 1, ഇവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് അഥവാ എതിർവശമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് 60 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശമാണ്. അഡ്ജസന്റ് സൈഡ് തന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? ടാൻ ആണ് ഉപയോഗിക്കുക. ടാൻ 60 ഡിഗ്രി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതല്ല ഇക്വേഷൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിൽഡിങ്ങും കാർ പാർക്കിങ്ങും തമ്മിലുള്ള ദൂരമാണ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയുടെ സമീപവശം എന്ന് പറയുന്നത് ബിൽഡിങ്ങും ആ കുട്ടിയും ഉള്ള ദൂരം 21.5 ആണ്. ടാൻ 60 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. 30 ഡിഗ്രി, 40 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ഇവയുടെ ഒന്നും വാല്യൂസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവില്ല. അത് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ടാൻ 60 ഡിഗ്രി എന്നത് എത്രയാണ്? √3 ആണ്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് അതുപോലെ തന്നെ എഴുതി. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 21.5 ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 20 ആണ്, കുട്ടിയുടെ ഹൈറ്റ് 1.5 ആണ്. 20ഉം 1.5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 21.5. ഇനി ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചൂടെ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു എന്ത്? 21.5 ഈ സൈഡിലേക്ക് വരും. അപ്പൊ 21.5 √3 മീറ്റർ ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്നും കാർ പാർക്കിങ്ങിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് 2, രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 3 കോണുകൾ 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി എന്ന റേഷ്യോയിലാണെങ്കിൽ അവയുടെ സൈഡുകൾ എങ്ങനെയായിരിക്കും? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1ന്റെ കൂടെ √3 ഗുണിച്ചതായിരിക്കും. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഇരട്ടിയായിരിക്കും. ഇവിടെ ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താ? 21.5 ആണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിനോട് √3 ഗുണിച്ചതാണ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. അതായത് 21.5 √3 ഈസ്റ്റു. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണോ അതിന്റെ ഇരട്ടിയായിരിക്കും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. എത്രയാ? 43. അതായത് നമുക്ക് ഇവിടെ എഴുതുകയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 21.5 ആണ്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 21.5 √3 ആണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 43 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതല്ലേ? ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ 21.5 √3 എന്ന രീതിയിൽ കണ്ടുപിടിച്ചൂടെ? ഇങ്ങനെ 2 മെത്തേഡ്സ് ഉണ്ട്. ഈസി ഉള്ള മെത്തേഡ് ഏതാണോ അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്.